അടുത്ത കഥയാണ് മത്സ്യാവതാര കഥ. പണ്ട് സത്യവ്രതൻ എന്ന് പറയുന്നൊരു രാജാവ്. ഈ സത്യവ്രതൻ ഒരുപാട് നാമജപവും കീർത്തനവും ധ്യാനവും അങ്ങനെയൊക്കെ ചെയ്ത് ജീവിച്ചൊരു മഹാത്മാവ്. ഒരിക്കൽ അദ്ദേഹം കുളിക്കാൻ വേണ്ടി പുഴയിൽ പോയപ്പോൾ കയ്യിൽ കുറച്ച് വെള്ളമെടുത്തു. ഈ കുളിച്ചു കഴിഞ്ഞാൽ ദേവേഭ്യോ സർവേഭ്യോ എല്ലാവർക്കും നമസ്കാരം പറയാൻ വേണ്ടി തർപ്പണം ചെയ്യാം. ദേവിയോഭ്യോ എല്ലാ ദേവന്മാർക്കും, പിതൃഭ്യോ ഭൂദേഭ്യോ അവർക്കൊക്കെ മംഗളം പറയാം. അപ്പം ഇദ്ദേഹം കുറച്ച് വെള്ളം കയ്യിലെടുത്തപ്പോൾ ആ വെള്ളത്തിൽ ചെറിയൊരു മത്സ്യക്കുഞ്ഞ്, അതാണ് കഥ. അപ്പം നമ്മുടെയൊക്കെ കയ്യിലും വെള്ളം എടുക്കുമ്പോൾ ചില സമയത്ത് മത്സ്യക്കുഞ്ഞ് പെട്ടേക്കാം. നമ്മൾ അതിനെ വെള്ളത്തിലേക്ക് തന്നെ ഇടും. രാജാവ് വെള്ളത്തിലേക്ക് ഇട്ടു. വീണ്ടും രാജാവ് വെള്ളം എടുത്ത സമയത്ത് ആ മത്സ്യക്കുഞ്ഞ് വീണ്ടും കയറിപ്പറ്റി. അപ്പം രാജാവ് വീണ്ടും താഴേക്കിടാൻ നോക്കിയപ്പോൾ ആ മത്സ്യം രാജാവിനോട് പറയുകയാണ്, സംസാരിക്കാൻ തുടങ്ങി. പറഞ്ഞു, രാജൻ എന്നെ വെള്ളത്തിലിടരുത്. രാജാവ് വിചാരിച്ചു, ഇത് പിന്നെ എവിടെയാണ് കൊണ്ടുപോയിടുക? വെള്ളത്തിലല്ലേ മത്സ്യം. പറയാണ്, എന്നെ വെള്ളത്തിലിട്ടാൽ വലിയ മത്സ്യങ്ങൾ എന്നെ വിഴുങ്ങും രാജൻ. പിന്നെ ഇതിനെ എവിടെ കൊണ്ട് ഷോക്കേസിൽ കൊണ്ടുപോയിക്കാൻ പറ്റും? മത്സ്യത്തിനെ വെള്ളത്തിലല്ലേ മത്സ്യം വളരുക. അപ്പോൾ രാജാവ് എന്ത് ചെയ്തു? കമണ്ടലുണ്ടായിരുന്നു കയ്യിൽ. അതിൽ വെള്ളമെടുത്ത് ഈ മത്സ്യത്തെ കമണ്ടലൂരിട്ടു, കൊണ്ടുപോയി. പിന്നെ ഉണ്ടല്ലോ, രാജാവ് നോക്കുമ്പോഴേക്കും മത്സ്യത്തിൻ്റെ രൂപം വലുതായി, കമണ്ടലൂര് കൊള്ളാതെ. അപ്പോൾ രാജാവ് കുറച്ച് വലിയ പാത്രത്തിൽ വെള്ളമൊഴിച്ച് അതിലേക്കിട്ടു. കുറച്ച് കഴിഞ്ഞ് ഭാര്യ വന്നിട്ട് പറഞ്ഞു, അതിലും വലുതായിരിക്കണമെന്ന്, അതിലും വലുതായിരിക്കണമെന്ന്. ഈ കൊട്ടാര സേവകന്മാരുടെ ജോലി ഒരു പാത്രം മാറ്റി വേറൊരു പാത്രം, ഒരു പാത്രം മാറ്റി വേറൊരു പാത്രം, ഇത് ഏതൊക്കെ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ടോ ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുക. നമ്മൾ ഹാള് മാറ്റി അപ്പുറത്ത് പന്തലിട്ടു, ഇതിങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ അടുത്ത കൊല്ലം ഇവിടെ സപ്താഹം നടത്താൻ പറ്റുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമുക്ക് വേറെ ഇവിടെ ഒരു ഹാൾ അന്വേഷിക്കേണ്ട അവസ്ഥ വന്നിരിക്കുക. അതേപോലെ ഇവിടെ സത്യവ്രതൻ ഓരോ പാത്രം മാറുമ്പോഴേക്കും മത്സ്യത്തിൻ്റെ രൂപം വലുതായി വലുതായി വലുതായി. ഇദ്ദേഹത്തിന് മനസ്സിലായി ഇതിലെന്തോ കുഴപ്പമുണ്ടെന്ന്. എന്തോ ഹൈബ്രിഡ് വെറൈറ്റി ആയിരിക്കണം. ഇന്നിപ്പോൾ അങ്ങനെയാണല്ലോ. എന്താ നോക്കൂ നിങ്ങൾ, കാലം മാറിയപ്പോഴേക്ക് സാധനങ്ങളുടെയൊക്കെ വലിപ്പം മാറാൻ തുടങ്ങി അല്ലേ? ഇപ്പോഴത്തെ വിത്തുകളൊക്കെ അങ്ങനത്തെ സാധനങ്ങളാണ്. നമ്മൾ പോലും കാണാത്ത ആപ്പിളിൻ്റെ വലിപ്പമുള്ള മുന്തിരിയൊക്കെ ഇനിയിപ്പോൾ വരാൻ പോകും. എന്താന്നൊക്കെ നമുക്ക് മനസ്സിലാവില്ല. തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന മത്തൻ കണ്ടിട്ടുണ്ട്, നമ്മൾ പിടിച്ചാൽ പോലും കൂട്ടില്ല. അത്ര വലിയ കുമ്പളങ്ങ, അത്ര വലിയ മത്തനൊക്കെ ഹൈബ്രിഡ് വെറൈറ്റി. അത് കഴിച്ചിട്ട് നമ്മളും അങ്ങനെ തന്നെയായി മാറണം, ഹൈബ്രിഡായി മാറണം അല്ലേ? ഈ സാധനങ്ങളൊക്കെ അത്ര രാസവസ്തുക്കൾ ഇട്ട് ഇങ്ങനെ സാധനം ഇങ്ങനെ വീർത്ത് വരികയാണ്. ആരോ പറയുന്നു, ഈ വാഴക്കൊലയൊക്കെ കൊലയ്ക്കുമ്പോൾ ഉണ്ടല്ലോ, ആരും പരീക്ഷിക്കരുത് കേട്ടോ. അതിൻ്റെ ഈ അറ്റത്ത് കുറച്ച് പൊട്ടാഷൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ കായ വീർക്കും. അത്രേ കായ വീർത്ത് വരുന്ന കുഴപ്പമൊന്നുമില്ല. അത് വീർത്തു വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് കഴിച്ചാൽ കഴിക്കുന്നവരും വീർക്കും. പിന്നെ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഈ മുന്നോട്ട് നീങ്ങാത്ത സൈക്കിളൊക്കെ ചവിട്ടണം. കുറേ മെനക്കെടുണ്ടെന്ന് അർത്ഥം. മനസ്സിലായില്ലേ? ഇങ്ങനെ രാജാവിന് മനസ്സിലായി ഇതൊരു അത്യത്ഭുത മത്സ്യമാണ്, ഇതിന് വെള്ളത്തിലേക്ക് ഇടാൻ പറഞ്ഞു. രാജാവ് തന്നെ കൊണ്ടുപോയി. പോകുന്ന വഴിക്ക് മത്സ്യം പെട്ടെന്ന് രൂപം മാറി ശംഖചക്ര കഥാരൂപത്തെ എടുത്തിട്ട് പറഞ്ഞു, രാജൻ, ഞാൻ മത്സ്യമല്ല, ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഇന്ന് തൊട്ട് 7ാമത്തെ പക്കം പ്രളയം വരികയായി, എല്ലാം വെള്ളത്തിലേക്ക് പോകും. അങ്ങ് ധാന്യങ്ങളൊക്കെ ശേഖരിച്ച് കാത്തിരിക്കണം. സപ്തർഷികൾ തോണിയുമായിട്ട് വരും. ഈ തോണിയിലേക്ക് അങ്ങ് കയറണം. ഞാൻ മത്സ്യമായി അവതരിച്ച് ആ മത്സ്യത്തിൻ്റെ കൊമ്പിൽ തോണി കെട്ടിയിട്ടാൽ പ്രളയം മുഴുവൻ ഞാൻ കാണിച്ചു തരാം അങ്ങേക്ക്, പ്രളയജലം എന്ന് പറഞ്ഞ് ഭഗവാൻ അപ്രത്യക്ഷനായി. 7ാമത്തെ നാൾ വന്നപ്പോഴേക്കും ഭയങ്കര ഇടിയും മഴയും, കനത്ത മഴ. അപ്പോഴേക്കും സപ്തർഷികൾ വന്നു. ഇതൊക്കെ ഒരു കഥയായിട്ടല്ലേ കാണാവൂ. കാരണം രാജാവ് മാത്രം രക്ഷപ്പെട്ട ധാന്യങ്ങളൊക്കെ അദ്ദേഹം ഒരു സഞ്ചിയൊക്കെ ആയിട്ടിരുന്നു. ഈ സഞ്ചിയിൽ മുഴുവൻ ഉഴുന്ന്, ഉലുവ, ചായപ്പൊടി, പഞ്ചസാര ഇതൊക്കെ ആയിട്ട് അങ്ങനെ ഇരുന്നു. ഋഷിമാർ വന്നു, തോണിയിൽ കയറി. ഭഗവാൻ മത്സ്യരൂപത്തിൽ പ്രകടമായി. അതിൻ്റെ ഇടയ്ക്ക് ഭഗവാൻ വേറൊരു കളി ഒപ്പിച്ചു. ഒരു ഹയഗ്രീവൻ എന്ന് പറയുന്നൊരു അസുരനെ ഭഗവാൻ വധിക്കുകയാണ്. എന്തിനാ ഹയഗ്രീവനെ വധിച്ചത്?
ബ്രഹ്മാവിൻ്റെ കയ്യിൽ നിന്ന് വേദം അപഹരിച്ചു പോയി എന്നാണ്. എങ്ങനെ അപഹരിച്ചു വെച്ചാൽ ബ്രഹ്മാവിരുന്ന് വേദം നോക്കിയിരുന്നു, അത്ര ഉറങ്ങിപ്പോയി എന്നാണ്. അതും കൊണ്ട് ആര് പോയി? ഹയഗ്രീവൻ. ഭാഗവത പുസ്തകം വെച്ച് ഉറങ്ങണ്ട, നല്ല ഹയഗ്രീവന്മാരും അതെടുത്ത് കൊണ്ടുപോവത്. അങ്ങനെ കൊണ്ടുപോയി അയാളെ വധിച്ച് ഈ സാധനമൊക്കെ ബ്രഹ്മാവിനെ ഏൽപ്പിച്ച് പൊങ്ങി വന്ന് ഭഗവാന്റെ കൊമ്പിൽ തോണി കെട്ടിയിട്ട് ആ പ്രളയജലം മുഴുവൻ കാണിച്ചു കൊടുത്തു. അവിടെ വെച്ച് ഇദ്ദേഹം ഭഗവാനെ സ്തുതിച്ചു എന്നും ഭഗവാൻ വീണ്ടും അദ്ദേഹത്തെ കരയിലേക്ക് കയറ്റുന്ന കഥയാണിത്. ഇതാണ് മത്സ്യാവതാരം. ഈ കഥ പറഞ്ഞാൽ നമുക്ക് ആർക്കും ഇങ്ങോട്ട് വിശ്വാസം വരില്ല. ഉണ്ടോ? എനിക്ക് വിശ്വാസം വന്നിട്ടില്ല. ഈ കഥയൊക്കെ ഞാൻ വായിച്ചു, എന്ത് പൊട്ടക്കഥകൾ. ഒരു മത്സ്യം വലുതാവുക, എന്നിട്ട് അങ്ങനെ ഒരാൾ മാത്രം രക്ഷപ്പെടുക, ഒരാൾ മാത്രം പ്രളയജലം കാണുക, ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കുക? പക്ഷേ ഇതുണ്ടല്ലോ, മോസ്റ്റ് സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു കഥയാണത്. ഈ മത്സ്യം എന്ന് പറയുന്നത് ജീവാത്മാവിനെ ആണ്. ഇന്ന് സയൻറ്റിഫിക്കലി ഇത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇന്ന് സയൻസിൻ്റെ ദൃഷ്ടിയിൽ ഓരോ ജീവനും ഒരു മത്സ്യത്തെ പോലെ, സ്പേം എന്ന് പറയാം അവരുടെ ഭാഷയിൽ, മത്സ്യത്തെ പോലെ സഞ്ചരിക്കുന്നു. അപ്പോൾ ഓരോ മത്സ്യത്തിൻ്റെ ഉള്ളിലും സ്പേമിൻ്റെ ഉള്ളിലും ദർ ഈസ് ഒരു ഡിസയർ, ഒരു ആഗ്രഹമുണ്ട്. എന്താണ് ആഗ്രഹം? എനിക്ക് പൂർണ്ണത നേടണം. എന്താണ്? പൂർണ്ണത നേടണം. ഒരു ചെടിയിലെ ഒരു വിത്തിന് പോലും മോഹമുണ്ട്, എനിക്ക് വളർന്ന് വലുതായി പന്തലിക്കണം. ഉണ്ടോ? ഏത് വ്യക്തികൾക്കും മോഹം. ഏത് കുട്ടിയോടും ചോദിച്ചു നോക്കൂ, പറയാ എനിക്ക് ഉയരണം, നന്നാവണം, വലുതാകണം. ആണോ പറയുക? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എനിക്ക് അധപ്പതിക്കണം, മോശമാവണം, കുറെ ചീത്തയാവണമെന്ന്? ആരെങ്കിലും പറയുന്നുണ്ടോ? ആണോ? എല്ലാവരും എന്താ പറയുക? വളരണം, ഉയരണം, വലുതാവണം, നന്നാവണം. അപ്പം ഈ ഒരു മോഹം എല്ലാവരുടെയും ഉള്ളിൽ കിടക്കുന്നുണ്ട്, മനസ്സിൽ കിടക്കുന്നുണ്ട്. അപ്പം ഈ മത്സ്യം അതിങ്ങനെ വളർന്ന് 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 കടലിലെത്തി പ്രളയം മുഴുവൻ കാണിച്ചു കൊടുത്തു എന്നാണല്ലോ കഥ. നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? ഈ ശരീരം അതിങ്ങനെ കുഞ്ഞായി ഒരുപാട് സെല്ലുകളായി വളർന്ന് 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 അവസാനം ഈ ശരീരം പ്രളയത്തിലേക്ക് പോകും. പ്രളയം എന്ന് പറഞ്ഞാൽ പ്രകർഷേണ ലയം എന്നർത്ഥം. എന്താണ്? ലയം, ലയിക്കുക. ഞാൻ പറഞ്ഞു നിങ്ങളോട്, പ്രകൃതിയിൽ നിന്നും വന്ന സാധനം പ്രകൃതിയിലേക്ക് ലയിക്കുക. ഈ മനസ്സെങ്ങോട്ട് ലയിക്കണം? മനസ്സിനും വളരണം എന്നൊരു മോഹമുണ്ട്. ഈവൻ ചെറിയ കുട്ടികൾക്ക് പോലും ഉണ്ടല്ലോ, അവർക്കും അവരുടെ മനസ്സിലും പൂർണ്ണതയുടെ ഒരു ബോധമുണ്ട്. ചില കുട്ടികളെയൊക്കെ നോക്കൂ നിങ്ങൾ, നിങ്ങളുടെ വീട്ടിൽ ചോക്ലേറ്റ് നിങ്ങൾ പകുതി കൊടുത്തു നോക്കൂ, കുട്ടി മേടിക്കില്ല. അവനെന്താ പറയുക? ഒരു ചോക്ലേറ്റ് കൊണ്ടുവന്ന് നിങ്ങൾ പൊട്ടിച്ചു കൊടുത്താൽ അവനെന്താ പറയുക? ഫുള്ള് വേണമെന്നാണ്. ഞാനൊരു അനുഭവം പറയേ. ഒരു വീട്ടിൽ ഞാൻ പോയപ്പോൾ എനിക്ക് അന്ന് അത് ക്ലിക്ക് ചെയ്തത്. അപ്പം ഞാൻ എൻ്റെ കൂടെ ആരൊക്കെയോ ഉണ്ട്. അപ്പോൾ ആ വീട്ടിലെ അമ്മ ലഡു കൊണ്ടുവച്ചിട്ടുണ്ട്, എന്തൊക്കെയോ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെറിയൊരു ഒരു 3-4 വയസ്സുള്ളൊരു കുട്ടിയുണ്ട്. അപ്പം അവനിങ്ങനെ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ലഡു നോക്കുന്നുണ്ട്. അതിലേക്കാണ് അവൻ്റെ നോട്ടം. ഇങ്ങനെ അവനിങ്ങനെ നുണയുന്നുണ്ട്, കാരണം അവന് ലഡു വേണം. അപ്പോൾ അവൻ്റെ അമ്മ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, ട്രാഫിക് പോലീസുകാരനെ പോലെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, അകത്ത് പോടാ അകത്ത് പോടാ. ഇവനാണെങ്കിൽ അങ്ങോട്ട് നോക്കണില്ല, അങ്ങോട്ട് നോക്കിയിട്ട് ഈ ലഡുവിലേക്കാണ് നോക്കുന്നത്, മിടുക്കൻ. അപ്പം ഞാനിതൊക്കെ ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ്റെ നോട്ടവും അവൻ്റെ അമ്മ ശരിയാക്കി തരും, ഇവിടുന്ന് പോയിട്ടില്ലെങ്കിൽ അവർ കഴിക്കുന്നിടത്ത് ആ വായും പൊളിച്ച് നിൽക്കണത്, അകത്ത് പോകും, അങ്ങോട്ട് കാണിച്ചു തരാം, അങ്ങോട്ട് എന്നൊക്കെ പറയും, അകത്തുനിന്ന് തരാമെന്നൊക്കെ പറയുന്നുണ്ട്. അവസാനം അവൻ വരുന്നില്ല എന്ന് കണ്ടപ്പോൾ അമ്മ അകത്ത് പോയി ഒരു ലഡു പൊട്ടിച്ചു കൊണ്ടുവന്ന് അവന് കൊടുത്തു. അവൻ ആ ലഡു എടുത്തൊരു ഒറ്റ എറിവെടുത്തു. അപ്പം എനിക്ക് മനസ്സിലായി അവന് ആഫല്ല വേണ്ടത്, ഫുൾ ലഡു വേണം. അപ്പം ഞാനൊരു ലഡു എടുത്തിട്ട് അവന് കൊടുത്തു. അവന് ഭയങ്കര സന്തോഷമായി, ഭയങ്കര സന്തോഷം. അപ്പോൾ ആ കുട്ടിയുടെ ചെറിയ മനസ്സിൽ പോലും മനസ്സ് പറയുന്നുണ്ട്, എനിക്ക് മുഴുവനാവണം, എനിക്ക് പൂർണ്ണനാവണം. ഈ പൂർണ്ണതാബോധം എല്ലാ മനസ്സുകൾക്കും ഉള്ളതാണ്. എങ്ങനെ മനസ്സിനെ പൂർണ്ണനാക്കാം? ഈ ഒരു അറിവില്ലായ്മയാണ് നമ്മളെ ഇങ്ങനെ ഇരുട്ടി തപ്പുന്നത്. അപ്പോഴാണ് പലരും തെറ്റിദ്ധരിക്കുന്നത്, കുറേ കാശുണ്ടായാൽ
കുറേ കുടുംബ ബന്ധങ്ങളുണ്ടായാൽ, കുറേ സ്ഥാനമാനമുണ്ടെങ്കിൽ ഞാൻ പൂർണ്ണനായി കേമനായി വളർന്നു വലുതായി. പക്ഷേ അതുകൊണ്ടൊന്നും മനുഷ്യൻ വളരുന്നില്ല. ലോകം കീഴടക്കിയ ചക്രവർത്തി അലക്സാണ്ടർക്ക് ഇത് ബോധ്യപ്പെട്ടത് ഭാരതത്തിൽ വന്നപ്പോഴാണ്. അലക്സാണ്ടർ ചക്രവർത്തി ഭാരതത്തിൽ വന്നപ്പോൾ ആരോ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഭാരതം പേർഷ്യൻ അവിടുന്ന് വന്നതാണ്. ഭാരതം സന്യാസിവര്യന്മാരുടെ നാടാണ്, യോഗികളുടെ ഭൂമിയാണ്, വലിയ 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 ഋഷിവര്യന്മാരുടെ ഭൂമിയാണ്. അദ്ദേഹത്തിനെ ഒരിക്കൽ ഒരു മഹർഷി, ഒരു മഹാത്മാവിനെ കാണാൻ യോഗം വന്നു. അത് കഥ പറയുന്നത് ഇങ്ങനെയാണ്. അലക്സാണ്ടർ ചക്രവർത്തിയുടെ ആ ഒരു പടയോട്ടം പോയിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിനെ കാണുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നമസ്കരിച്ച് പ്രണമിക്കണം അത്രേ. എന്നിട്ട് പറയണം, അലക്സാണ്ടർ രാജാവ് ജയ് എന്ന് പറയണം, അത്രയേ വേണ്ട. അങ്ങനെ ഇവർ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു സന്യാസിവരൻ്റെ അടുത്ത് കൂടെ പോകുന്നത്. അദ്ദേഹം ഒരു ഭാഗത്ത് കിടക്കുകയായിരുന്നു. അലക്സാണ്ടറുടെ ആൾ വന്നിട്ട് പറഞ്ഞു, എണീക്കണം, രാജാവ് വരുന്നുണ്ടെന്ന്. ഏത് രാജാവ്? മൈൻഡ് ചെയ്തില്ല. അയാൾക്ക് ആദ്യത്തെ ഷോക്കാണ് ഒരാളിങ്ങനെ ആട്ടുന്നത്. വിവരം കൊടുത്തു പ്രധാനമന്ത്രിക്ക്. മന്ത്രി വന്നു. മന്ത്രി വന്നിട്ട് പറഞ്ഞു, ഹേയ്, എവിടെ നിന്ന് എണീക്കൂ. ആരാ വരുന്നതെന്നറിയോ? മഹാരാജാവാണ്. ആര് മഹാരാജാവ്? കടന്നു പോകാൻ പറയുന്നത്. മൈൻഡ് ചെയ്തില്ലേ അദ്ദേഹം? ഇത് അലക്സാണ്ടർ ചക്രവർത്തി അറിഞ്ഞു. അദ്ദേഹം ഈ മഹാത്മാവിൻ്റെ അടുത്ത് വരികയാണ്. ഞാൻ ആരാണെന്നറിയൂന്ന്. മഹാരാജാവ്, നീ ആരായാലും എന്താണ്? ആ ചക്രവർത്തിയോട് ചോദിക്കണമെങ്കിൽ അത്, നിന്നെ ഞാൻ വെട്ടി വീഴ്ത്തും, ഞാൻ ആരാന്നറിയില്ലേ നിനക്കെന്ന്. ലോകം കീഴടക്കിയ ചക്രവർത്തി അലക്സാണ്ടർ എന്ന് ആട്ടിക്കളഞ്ഞു. ലോകം പിന്നെ കീഴടക്കാം, മരണത്തെ കീഴടക്കൂ എന്ന് പറഞ്ഞു. മരണത്തിൻ്റെ പിടിയിലാണ് നീ ഇരിക്കുന്നത്. രോഗം നിന്നെ പിടികൂടിയിരിക്കുന്നു, അതറിയൂന്ന്. അലക്സാണ്ടർക്ക് അതൊരു വലിയ ഷോക്കായിരുന്നു. കാരണം അദ്ദേഹത്തിന് ചില രോഗങ്ങളുള്ളത് അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ. താൻ രോഗത്തിൻ്റെ പിടിയിലാണെന്ന്, ലോകം കീഴടക്കുന്നതിന് മുമ്പ് രോഗം തന്നെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണെന്ന ബോധം. ഒരു നിമിഷം അദ്ദേഹത്തിന് ബഹുമാനം വന്നു. സന്യാസിയോട് പറഞ്ഞു, അങ്ങേക്കിങ്ങനെ മനസ്സിലായെന്ന്. കണ്ടപ്പം തന്നെ മനസ്സിലായി. ഇനി മനസ്സിലാക്കാൻ എന്തായിരിക്കണം? തന്നെ കണ്ടപ്പോഴേ മനസ്സിലായി. അപ്പോൾ പറയാണ്, അങ്ങക്ക് ഈ ഭയമില്ലാത്ത മനസ്സ് നേടിയെടുക്കാൻ പറ്റിയതുപോലെ എനിക്ക് നേടിയെടുക്കാൻ പറ്റുമല്ലോ, ആർക്കും പറ്റുന്നു. എന്താ വേണ്ടത്? അപ്പുറത്ത് കടന്നോളൂ എന്ന്. അലക്സാണ്ടറോടെ അപ്പുറത്ത് കടന്നോളൂ. അത്ര നിസ്സാരം. പറഞ്ഞു, എനിക്ക് ഇനിയും പോകണം, പലതും പടയോട്ടം നയിക്കണം. ഈ ഭാരതം ഒന്നും വെട്ടിപ്പിടിക്കാൻ പറ്റില്ല. തിരിച്ച് സ്വന്തം രാജ്യത്തിലേ എത്തില്ല. നീ അതറിയുന്നുണ്ടോ? നീ അലക്സാണ്ടർ തിരിച്ചുപോയി. അദ്ദേഹത്തിന് ജ്വരം വന്നു. ഇന്ത്യയുടെ മധ്യഭാഗത്തെത്തുമ്പോഴേക്കും കലശലായ അസുഖം വന്നു. തിരിച്ചു പോവുകയാണ്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ വഴിയാണ് പോകുന്നത്. ഏറെക്കുറെ പാകിസ്ഥാനൊക്കെ കഴിഞ്ഞ് അഫ്ഗാനിസ്ഥാനൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ അസുഖം കൂടി. അദ്ദേഹത്തിന് തീരെ പറ്റാതെ വന്നു. ഇനി മരിക്കുന്നതിന് ഏതാനും നിമിഷം മുമ്പ് തൻ്റെ മന്ത്രിമാരോട് പറഞ്ഞത്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശവപ്പെട്ടിയുടെ 2 ഭാഗത്ത്, കൈവരുന്ന ഭാഗത്ത് 2 ഭാഗത്ത് ഒരു തുള വയ്ക്കണം, ഓട്ടയുണ്ടാക്കണം. എന്തിനാണത്? എൻ്റെ കൈ 2ഉം പുറത്തേക്കിടണം. എന്തിനാണ് രാജൻ? ഇതുവരെ ആരും ചെയ്തിട്ടില്ലല്ലോ. എനിക്കത് ചെയ്തേ പറ്റുള്ളൂ. എനിക്ക് വേണ്ടി ചെയ്യണം. എന്തിനാണത് ചെയ്യുന്നത്? ഈ ലോകത്തിനൊരു സന്ദേശം കൊടുക്കാൻ. എന്താ സന്ദേശം? ലോകം കീഴടക്കിയെന്ന് അഹങ്കരിക്കുന്ന അലക്സാണ്ടർ ചക്രവർത്തി ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോയിട്ടില്ല. ഈ ഒരു സന്ദേശം. ഇതാണ് ഭാരതത്തിൻ്റെ മഹത്വം. ഇന്ന് ആളുകൾ ഈ ഭൗതികതയിലേക്കാണ്
മനസ്സ് വെച്ചത്. വെച്ചോളൂ, പക്ഷേ അത് പൂർണ്ണത തരില്ല. പൂർണ്ണത എന്ന് പറയുന്നത് എവിടെ നിന്ന് വന്നോ അതിലേക്ക് പോകുന്നതാണ് പൂർണ്ണത. ഒരു പുഴയുടെ പൂർണ്ണത കടലിലാണ്, ഒരു ശരീരത്തിൻ്റെ പൂർണ്ണത മണ്ണിലാണ്. ആണോ? കാരണം മണ്ണിൽ നിന്ന് വന്നത് മണ്ണിലാണ് അതിൻ്റെ പൂർണ്ണത. എങ്കിൽ മനസ്സിൻ്റെ പൂർണ്ണത ലോകത്തിലാവില്ല, അത് ഭഗവാനിൽ തന്നെയാണത്. പരമാത്മാവിൽ നിന്നും വന്ന ജീവാത്മാവ് പരമാത്മാവിൽ തന്നെ ചെന്ന് ലയിക്കണം. ഭഗവാൻ തന്നെ ഗീതയിൽ പറയുന്നുണ്ട്, എന്നിലെത്തിച്ചേർന്ന മനസ്സ് പൂർണ്ണത കൈവരിക്കുന്നു. ഭഗവാന്റെ വാക്കുകളാണത്. പറയാണ്, യോം ദസ്സുകുന്ദരാരാമ തദാന്തർജ്യോതിരേവയ സയോഗീ ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂതോധിഗച്ഛതി. പട്ടതിരിപ്പാട് ഗുരുവായൂരപ്പൻ്റെ മുഖത്ത് നോക്കിയതല്ലേ പറയണത്? നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധോ കല്ലോല്ലോലാസതുല്യം ഖലു വിമലതരം സത്വമാഹുത്തദാത്മാ കസ്മാന്നോ നിഷ്കളസ്തം സകള ഇതി വജ ത്വൽകലാസേവ ഭൂമൻ നിർലീനം ബ്രഹ്മസിന്ധോ. എവിടെയാണ് ബ്രഹ്മസിന്ധു? ശങ്കരാചാര്യസ്വാമികളും പറയുന്നത് ഇത് തന്നെയാണ്. സത്സംഗത്വേ നിസ്സംഗത്വം നിസ്സംഗത്വേ നിർമോഹത്വം നിർമോഹത്വേ നിശ്ചലതത്വം നിശ്ചലതത്വേ ജീവൻ മുക്തി. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജമോട്. ഏത് ഗ്രന്ഥമെടുത്തോളൂ, എല്ലാവർക്കും അവസാനം പറയാനുള്ളത് ഈ ഒരൊറ്റ സത്യം. അപ്പം മനസ്സിൻ്റെ പൂർണ്ണത എവിടെ എത്തണം? മനസ്സ് അത് ഭഗവാനിലേക്ക് ലയിച്ചു ചേരണം. മനസ്സിലാവുള്ളൂ? അപ്പം മത്സ്യാവതാരം എന്ന് പറയുന്നത് മത്സ്യം മനസ്സിൻ്റെ പ്രതീകമാണ്. ഈ മനസ്സായിട്ടാണ് മത്സ്യത്തെ വെച്ചിരിക്കുന്നത്. ഇത് എൻ്റെ വ്യാഖ്യാനം വിചാരിക്കരുത്. ശ്രീമദ് ഭാഗവതത്തിൽ പഞ്ചമസ്കന്ധത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഈ മത്സ്യം മനസ്സാണ്. അവിടെ പറയുകയാണ്, അവിടെ വളരെ മനോഹരമായിട്ട് പറയും, ഹരീഹി സാക്ഷാൽ ഭഗവാൻ ശരീരിണം ആത്മാ ചഷാണാമിവ തോയമിപ്സിതം ഹിത്വാ മഹത്വം യതി സജ്ജതേ ഗൃഹേ യഥാ വയസ് ദമ്പതീനം. ഏതുപോലെയാണ് വെച്ചാൽ വെള്ളവും മത്സ്യവും എന്താണ് പരമാത്മാവിനെ വെള്ളമായിട്ടും ജീവാത്മാവിനെ മത്സ്യമായിട്ടും ചിത്രീകരിക്കാൻ. ഹരി ആരാണ്? ഹരി ഭഗവാൻ ശരീരിനാം ആത്മാ. ശരീരി എന്ന് പറഞ്ഞാൽ മനസ്സ്. ഈ ശരീരിയായിരിക്കുന്ന മനസ്സിൻ്റെ ആത്മാവാണ് ഭഗവാൻ ഹരി. ഏതുപോലെ? ചഷാണാം ഇവ തോയമിപ്സിതം. ചഷം എന്ന് പറഞ്ഞാൽ മത്സ്യം, തോയം എന്ന് പറഞ്ഞാൽ വെള്ളം. അപ്പം ഭാഗവതത്തിൽ തന്നെ മത്സ്യത്തെ ഒരു മനസ്സായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പം ഈ മനസ്സാകുന്ന മത്സ്യം എപ്രകാരമാണോ വെള്ളത്തിൽ ജനിച്ച് വെള്ളത്തിൽ ജീവിച്ച അവസാനം വെള്ളത്തിൽ തന്നെ ലയിച്ചു ചേർന്ന് പോകുന്നത്, അതുപോലെ ഹരിയിൽ നിന്ന് ജനിച്ച മനസ്സ്, ഹരിയിൽ നിലനിൽക്കുന്ന മനസ്സ് ഹരിയിലേക്ക് ലയിച്ചു ചേരണം എന്ന് ഭാഗവത്തിൽ വളരെ സ്പഷ്ടമാണ്. പഞ്ചമസ്കന്ധത്തിലാണ് ആ ശ്ലോകം വരിക. ഹരി സാക്ഷാൽ ഭഗവാൻ ശരീരിണാമാത്മാ ചഷാണാം ഇവ തോയമിപ്സിതം. ഇതൊക്കെ നമ്മൾ ഉൾക്കൊള്ളുകൊണ്ട് നമ്മുടെ ജീവിതവും ഈ ഭാഗവതവും ഒന്നാണ്. അപ്പം നമ്മുടെ മനസ്സിനെയാണ് ഓരോ കഥകളിലൂടെയും ഇവിടെ ഉയർത്തി ഉയർത്തി അനുഗ്രഹിച്ച് ആരിലേക്ക് എത്തിക്കുന്നത്? നമുക്ക് അനുഭവിപ്പിച്ചു തരികയാണ് ഭഗവാനെ. നമ്മുടെ ജീവിതത്തിൽ അതാണ് നമുക്കിനി ഒരു ബാക്കിയുള്ളൊരു അനുഭവം.
ബാക്കി എന്തൊക്കെ അനുഭവിച്ചാലും ഭഗവാനെ അനുഭവിച്ചിട്ടില്ലെങ്കിൽ ഈ മനസ്സുകൊണ്ട് നമ്മൾ പൂർണ്ണമായൊരു പ്രയോജനം ഉണ്ടായിട്ടില്ല. കാരണം ഭഗവാനെ അനുഭവിക്കാനുള്ള കഴിവും ശക്തിയും ആർക്കുണ്ട്? മനസ്സിനുണ്ട്. ഇപ്രകാരം ഈ കഥ പറഞ്ഞ് ഉപസംഹരിപ്പിച്ചു. അതിനുശേഷമുള്ള കഥയാണ് 9ാമത്തെ സ്കന്ധത്തിലെ കഥകൾ. വളരെ മനോഹരമായിട്ടുള്ള ചില കഥകളുണ്ട്. അതിലൊരു കഥയും കൂടി കണ്ട് നമുക്ക് നിർത്താം. അതിലൊരു കഥയാണ് 9ാമത്തെ സ്കന്ധം. ഒരു കഥാസരിത് സാഗരമാണ്. എത്ര പറഞ്ഞാലും തീരാത്ത കഥകളാണ് 9ാമത്തെ സ്കന്ധത്തിൽ. ഈ ഭാഗവതം എന്ന് പറയുന്നുണ്ടല്ലോ, ഈ സപ്താഹം കേട്ടതുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത് സപ്താഹമായി എന്നൊക്കെ. ഞാനിപ്പോൾ ഈ സപ്താഹമൊക്കെ പറയും തോറും എനിക്ക് കഥ പറഞ്ഞ വരും ചുരുങ്ങി വരുന്ന പോലെ തോന്നുന്നുണ്ട്. ഞാൻ 108 ദിവസം ഭാഗവതം പറയുന്നുണ്ട് TDM ഹാളിൽ. അപ്പോൾ തുടങ്ങുന്ന സമയത്ത് എനിക്ക് പേടിയായിരുന്നു, ഇതെങ്ങനെ തീരും ഈശ്വരാന്ന്. അല്ല, ഈ ഭാഗവതം എന്താ ഞാൻ പറയും, 7 ദിവസം കൊണ്ട് പറയേണ്ട കാര്യമാണ്, 108 ദിവസം കൊണ്ട് എന്നോട് പറയാൻ പറയണം. ആദ്യമൊക്കെ എനിക്ക് നല്ലൊരു എന്താ ഞാൻ പറയുക എന്നുള്ള ചിന്തയാണ്. കാരണം അത്രയും സ്റ്റഫ് വേണം. 108 ദിവസം 2 മണിക്കൂർ. അപ്പം ഒന്ന് ആലോചിച്ച് എത്ര പറയാനുണ്ട്. 7 ദിവസം കൊണ്ട് പറയണ സാധനം മാക്സിമം ഒരു 7 ദിവസം എന്ന് പറഞ്ഞാൽ ഒരു 49 hours അത്രയേ ഉണ്ടാവുള്ളൂ നമ്മുടെ പ്രോഗ്രാം. അപ്പോൾ തുടക്കത്തിലൊക്കെ ഒന്നും പറയാണ്ടാവില്ലേ എന്നൊക്കെ ചിന്തിച്ച് പിന്നെ പറഞ്ഞ് കുറേ കഴിഞ്ഞപ്പോണ്ടല്ലോ ഭാഗവതം തീരില്ലേ എന്നുള്ളൊരു സംശയം എനിക്ക്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഏകാദശ സ്കന്ധമൊക്കെ വരുമ്പോഴേക്കും എനിക്ക് ഇത്തിരി സ്പീഡ് കൂട്ടേണ്ടി വന്നു. സ്പീഡ് കൂട്ടാൻ കാരണം തീരില്ല എന്നുള്ളൊരവസ്ഥ വന്നു. അത് അന്നാ മനസ്സിലാവണത് ഭാഗവതം എത്ര പറഞ്ഞാലും തീരാത്തൊരു സാധനമാണ്. അപ്പം നിങ്ങൾ വിചാരിക്കരുത് ഭാഗവത്തിൽ ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ളത്. കുറേ കഥകൾ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, മുഴുവൻ പറയാൻ നമ്മുടെ സമയം അനുവദിക്കുക. എന്നാലും പ്രധാനപ്പെട്ട കഥകളൊക്കെ നമ്മളിവിടെ കാണുന്നുണ്ട്. അതിലൊരു കഥയാണ്, അതിഗംഭീരമായൊരു കഥയാണ് അംബരീഷ ചരിതം. ഏതാണ് കഥ? ഇതാണ് വളരെ രസകരമായൊരു കഥയാണ്. പണ്ട് രാജാവ് അംബരീഷൻ രാജ്യം ഭരിക്കണു. വളരെ വലിയ ഭക്തനായിരുന്നു, ഭഗവാനിൽ മനസ്സർപ്പിച്ചൊരു രാജാവ്. അദ്ദേഹം ഒരിക്കൽ ദ്വാദശി വ്രതം അനുഷ്ഠിച്ചുകൊണ്ടാണ്. ദ്വാദശി വ്രതം എന്ന് പറഞ്ഞാൽ ഏകാദശി ദിവസം കഴിഞ്ഞാൽ ദ്വാദശി. അപ്പോൾ ഏകാദശിക്ക് നമ്മളൊക്കെ ഉപ്പുമാവ് കഴിക്കുന്ന പോലെ ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഏകാദശി. അദ്ദേഹം ഉപ്പുമാവായിരുന്നില്ല, ഉപവാസം തന്നെയായിരുന്നു. അങ്ങനെ അദ്ദേഹം ദ്വാദശിക്ക് ഭക്ഷണമൊക്കെ കഴിക്കാതെ ഭഗവത് സ്മരണയായി കൂടി അന്ന് വൈകുന്നേരം അദ്ദേഹത്തിൻ്റെ ഉപവാസം അവസാനിക്കുന്ന ദിവസം അങ്ങോട്ട് കടന്നു വരുന്നു. ആരാണ്? പാലാഴി മദനത്തിൽ ഒരാൾ കടന്നു വന്നില്ലേ, ദുർവാസ. ഇതുപോലെ ദുർവാസ. അപ്പം മഹാനായ രാജാവ് കാലൊക്കെ കഴുകി പൂജിച്ചു. അദ്ദേഹത്തിന് ഇരുത്തിയിട്ട് പറഞ്ഞു, ഭഗവൻ ഇരിക്കൂ. എന്നിട്ട് പറഞ്ഞു, അങ്ങേക്ക് എന്താ കുടിക്കാനും കഴിക്കാനൊക്കെ എന്ന് പറഞ്ഞു. പറഞ്ഞു, കുടിയും കഴിയെന്നല്ല, ആദ്യം കുളിച്ചിട്ട് വരാനാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് കുളിക്കാനുള്ള സംവിധാനമൊക്കെ ചെയ്തു കൊടുത്തു. അദ്ദേഹം കുളിക്കാൻ പോയി. കുളിച്ച് അദ്ദേഹം വരുന്നൊക്കെയാണ് കരുതിയത്. സമയത്തിന് എത്തിയില്ല ആള്. സമയം 6-6:30 മണിയാവാറായി. ഉപവാസം അനുഷ്ഠിക്കണം. ചില സമയത്തുണ്ടല്ലോ വരൻ്റെ ആൾ വന്നിട്ടില്ലെങ്കിൽ പെട്ടുപോയില്ലേ. മുഹൂർത്ത സമയത്ത് വരൻ വന്നില്ലെങ്കിൽ ഒരു ഗതികേട് ആലോചിച്ച് നോക്കൂ, അല്ലെങ്കിൽ വധു വന്നില്ലെങ്കിൽ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. മുഹൂർത്ത സമയത്ത് വരനെ കിട്ടാത്തതുകൊണ്ട് ബ്രോക്കർ തന്നെ പെണ്ണിനെ കിട്ടി, വേറെ നിവൃത്തിയില്ല. ഇനി എന്താ ചെയ്യുക? ഇതേപോലെ ഈ മഹർഷിയെ കാത്തിരുന്നു, മഹർഷി വരുന്നില്ല. ആ സമയത്ത് ഇദ്ദേഹത്തിനോട് പണ്ഡിതന്മാർ പറഞ്ഞു, സാരമില്ല, ഇത്തിരി തുളസി തീർത്തെടുത്ത് കുടിച്ചാൽ മതി, അങ്ങയുടെ ഉപവാസം പൂർണ്ണമാക്കിക്കൊള്ളും. കഷ്ടകാലം നോക്കണേ, ഈ വെള്ളം എടുത്ത് കുടിക്കുന്ന സമയത്താണ് കാരണം ഒരു കയറി വരുന്നത്.